മുനമ്പത്തെ ഭൂമിയിൽ വീണ്ടും അവകാശവാദവുമായി വഖഫ് ബോർഡ്. മുനമ്പത്തേത് വഖഫ് ഭൂമി എന്നത് വഖഫ് ഭൂമി തന്നെയെന്ന് വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ KS ഹംസ പറഞ്ഞു. ഒരു തവണ വഖഫ് ചെയ്താൽ അത് എപ്പോഴും വഖഫ് ഭൂമി തന്നെയാണെന്നാണ് വഖഫ് ബോർഡ് ചെയർമാന്റെ നിലപാട്. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന MK സക്കീർ രാജിവെച്ച സാഹചര്യത്തിലാണ് KS ഹംസയെ തൽസ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ നിയമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടിയായിരുന്നു സക്കീറിന്റെ രാജി. KS ഹംസ ഇന്ന് ചുമതല ഏറ്റെടുത്തു. വിവാദമായ മുനമ്പത്തെ വഖഫ് അധിനിവേശ ഭൂമി വഖഫ് ബോർഡിന്റേത് തന്നെയാണെന്നും ഒരിക്കൽ വഖഫ് ചെയ്താൽ എക്കാലവും അത് വഖഫ് സ്വത്തായി തന്നെ മാറുമെന്നും ഹംസ പറഞ്ഞു. ഫറൂഖ് കോളേജിന്റെ ക്രമവിരുദ്ധ നടപടിയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നും കോളേജ് അന്യായമായി ഭൂമി വിൽക്കാൻ പാടില്ലായിരുന്നുവെന്നും ഹംസ. വഖഫ് ഭൂമിയാണ് നമ്മുടെ പക്ഷം. വഖഫ് ഭൂമി ആയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഫറൂഖ് കോളേജിൽ അവരത് വിൽക്കാൻ പാടില്ലായിരുന്നു. വഖഫ് ആയതുകൊണ്ട് വിൽക്കാൻ പാടില്ലായിരുന്നു. അത് വഖഫ് അല്ല എന്ന് തെളിയിക്കേണ്ട വേണ്ടി ഇങ്ങനെ ഓരോ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണത്. ശരിക്കും എങ്ങനെയാണ് വഖഫിനെ ഉൾപ്പെടുത്തുക എന്ന് ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ വഖഫ് അല്ല എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് കാണുന്നത്. അങ്ങനെയാണ് അവരൊരു പവർ ഓഫ് അറ്റോർണി കൊടുത്തതും അത് വിൽക്കാൻ ഏർപ്പാടുകളൊക്കെ ചെയ്ത് അവിടെയാണ് അതിൻ്റെ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, അതാണല്ലോ അതിൻ്റെ നിയമമുള്ളത്. അതങ്ങനെ തന്നെയാണ് ഇത് വരുള്ളൂ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഹംസ ലീഗ് വിട്ട് ഇടതുപാളയത്തിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. സമസ്ത EK വിഭാഗത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ് ഹംസ. വഖഫ് കയ്യേറ്റത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പമല്ല ഇടതുപക്ഷമെന്ന് തെളിയിക്കുകയാണ് പിണറായി സർക്കാർ നിയമിച്ച പുതിയ ചെയർമാൻ. ജനം, കൊച്ചി.